ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണം അടിച്ച് പൊളിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തേ. ഞങ്ങൾ 4 പേരും കൂടെ ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കറികളും പിന്നെ പായസമൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഓണം. ഇപ്രാവശ്യത്തെ ഓണേ മാളുവിൻ്റെ വീട്ടിലോട്ട് പോയി ആഘോഷിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് മോക്ക് എക്സാമിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടാ. അങ്ങനെ അതങ്ങ് ചീറ്റിപ്പോയി. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കംപ്ലീറ്റ് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. മാളുവിൻ്റെ വീട്ടിൽ പോയി അടിച്ചു പൊളിക്കണമെന്നും പിന്നെ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇല്ലേ കാണാൻ. ബാംഗ്ലൂരാട്ടോ അവളുടെ വീട്. അപ്പോൾ അവിടെ പോയി കുറേ അടിച്ചു പൊളിക്കണമെന്നും കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാണ്. അതൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതിൻ്റെ വിഷമം മാറ്റാൻ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ടാണ്. മാത്രമല്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അവിടെ ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചത്. ഓണത്തിൻ്റെ ഇടയ്ക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങൾ ഓണത്തിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മാർക്കറ്റിലോട്ടൊന്ന് പോവുകയാണേ. ഇനിയിപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് വരാമെന്നും വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള കടകളിലൊന്നും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രസത്തിലുള്ള കേക്കൊന്നും കിട്ടത്തില്ല. നല്ല ഡിസൈനുള്ളതും നല്ല ടേസ്റ്റുള്ളതും ഒക്കെ വാങ്ങിക്കണമെങ്കിലേ ഇങ്ങ് മാർക്കറ്റിലോട്ട് വരണം കേട്ടോ. ഇവിടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ, ഇവിടെ ഒരു 7 മണി കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. ഇത് മാർക്കറ്റിൻ്റെ ഒത്ത നടുക്കാണ് കേട്ടോ. അതിനകത്ത് നടുക്ക് ഭാഗത്തായിട്ടൊരു തടാകവും പിന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു വലിയൊരു ശിവവിഗ്രഹം ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ചുറ്റുമാണ് ഇതുപോലെ ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നല്ല പാട്ടൊക്കെ പുറത്തുനിന്ന് കേൾക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ കംപ്ലീറ്റ് അതിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം അങ്ങ് അടയ്ക്കും. നമുക്ക് പുറത്തിരിക്കുന്നവർക്കൊന്നും കാണാൻ പറ്റത്തില്ല. മറ്റേ ടിക്കറ്റ് എടുത്തിട്ടാട്ടോ അകത്ത് കയറ്റുന്നത്. ഇപ്പം ഇന്ന് അത് കാണാനല്ല ഞങ്ങൾ വന്നതേ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആവത്തേ ഉള്ളൂ. ഇവിടെ ഇപ്പം കടകളൊക്കെ അടയ്ക്കുന്നതിന് മുന്നേ വേഗം പോയി ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെയും മറക്കല്ലേ. പിന്നെ അതിനൊപ്പം ഹൈപ്പ് കൂടെ ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും നിങ്ങളിൽ നിന്ന് ഞാൻ ഇതുപോലെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലൂടെ നടക്കുകയാണേ. ഇതിപ്പോൾ കുറേ ദൂരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇതുപോലെ തിരക്കായതുകൊണ്ട് വണ്ടിയൊന്നും അകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ദൂരൊരു ഭാഗത്ത് വണ്ടി ഇട്ടിട്ടാട്ടോ ഈ കടയിലോട്ട് വന്നത്. ഇവിടെ നിന്നാണേ ഞങ്ങൾ മിക്ക ടൈമിലും കേക്ക് വാങ്ങിക്കുന്നത്. ഇപ്രാവശ്യം മോളുടെ ബർത്ത്ഡേക്കാണെങ്കിൽ ഞങ്ങൾ വേറൊരു കടയിലാണ് പോയത്. ഇതിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയ കടയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്ക് വാങ്ങിച്ച് കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട്. നമ്മൾ പറയുന്നതനുസരിച്ച് അവർ ഉണ്ടാക്കിയും തരും കേട്ടോ. ഇതിപ്പം ഞങ്ങൾ വാങ്ങിയിട്ട് പോവാൻ തന്നെയാണ് വന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കേക്ക് എടുക്കാനായിട്ട് വന്നതാണ്. നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ടേസ്റ്റുമാണ് ഈ കടയിലെ കേക്ക്. ഞങ്ങളിപ്പം നന്ദയുടെയും ലക്കീൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഈ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇവിടെ കേക്ക് മാത്രമല്ല കേട്ടോ, ഇതിപ്പോൾ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ പപ്സും അമ്മാതിരിയുള്ള ഐറ്റംസൊന്നുമല്ല. ഇതുപോലെ പല ടൈപ്പ് ബിസ്ക്കറ്റുകളും പിന്നെ റസ്ക്, അതുമാതിരി ബ്രെഡ്, മറ്റേ കോക്കനട്ട് ബന്നില്ലേ, അതുകൊണ്ടൊക്കെയുള്ള ഒരുപാട് സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ സാധനമുള്ള കട ഇതാണെന്ന് കേട്ടോ. ഇതിന് ചുറ്റുമൊക്കെ ഒരുപാട് കടകളുണ്ട്. അവിടെ നിന്ന് ഇത്രയും വെറൈറ്റി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കേക്ക് സെലക്ട് ചെയ്തിട്ടേ പേരെഴുതാൻ വേണ്ടി കൊടുത്തിട്ടാ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരുപാട് മറ്റേ കോക്കനട്ട് പെന്നില്ലേ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഫ്ലേവറൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് ഇതുപോലെ കുക്കീസും പിന്നെ ഒരു തേങ്ങാ മിഠായി ഉണ്ട് കേട്ടോ, അതൊക്കെ വാങ്ങിച്ച്. പിന്നെ ട്രയാങ്കിൾ ഷേപ്പിലെയും എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ. ഇതിപ്പോൾ ലക്കിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ബെറ്ററായിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് വാങ്ങിച്ച്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ കാണാം അതിൻ്റെ സൈഡിൽ അച്ചപ്പം ഇരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തിച്ചു പോയിട്ടാ. അപ്പോഴേ 2 കവറിങ് എടുത്തിട്ടാ. ഇതിപ്പം കാഴ്ചയിൽ ആ ഒരു ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും ഏകദേശം അച്ചപ്പം തന്നെയാണ് കേട്ടോ. കൊള്ളാം സംഭവം. ഇനിയിപ്പോൾ അത് തിന്ന് നോക്കിയിട്ട് ബാക്കി പറയാവേ. അങ്ങനെ അച്ചപ്പവും പിന്നെയും കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിന് ചുറ്റും നിറയെ കേക്ക് കടകളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഒരു കേക്ക് കട തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇതുപോലെ കേക്ക് കടകൾ തുടങ്ങും. പക്ഷേ ആ കൂട്ടത്തിലുള്ള ഒരു കട മാത്രമേ നല്ല രീതിയിൽ പോകുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഈ കടേൻ്റെ ഓപ്പോസിറ്റ് കണ്ട ആ കട കണ്ടില്ലേ, അവിടെ നിന്ന് ഞങ്ങൾ നേരത്തെയൊക്കെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വാങ്ങിയിരുന്ന് നിർത്തി. പക്ഷേ അവിടെയും കുഴപ്പമില്ല, എന്നാലും ഇവിടുത്തെ കാലം റേറ്റും കൂടുതലാണ്. ആ സാധനങ്ങൾക്കൊക്കെ ആ ഒരു ക്വാളിറ്റിയും തോന്നിയിട്ടില്ല കേട്ടോ. കേക്ക് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഭാഗത്തോട്ട് വന്നു കേട്ടോ. ഇവിടെ നല്ല സ്ട്രീറ്റ് ഫുഡ് കിട്ടും. ഇതുപോലെ ചോമിങ്ങും, ഇത് ചോമിങ്ങും നന്ദയുടെ ഫേവറേറ്റ് ആണ്. ചോമിങ്ങും പിന്നെ സ്പ്രിങ് റോളില്ലേ, അതൊക്കെ വാങ്ങിച്ചേട്ടാ.
ഇവിടെ വേറൊരു കാര്യം, നിന്ന് കഴിക്കാനേ പറ്റുള്ളൂ, ഇരിക്കാനൊരു ചെയർ പോലും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് കഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് ഇങ്ങ് വണ്ടിയിൽ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇതിപ്പം ഇവിടുത്തെ ഒരു ടേസ്റ്റ് നമ്മൾ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിച്ചോളൂ. ആദ്യമൊക്കെ എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അതൊക്കെ അങ്ങ് സെറ്റായി. ഇപ്പം എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.